നമ്മൾ കാണുന്നത് തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തുന്ന നരേന്ദ്രമോദിയെയാണ്. അനീഷ് ആന്റണിയാണ്. അനീഷ്, അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്, അവിടുത്തെ വഴിപാട് നടത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അനീഷ്, അവിടുത്തെ ചടങ്ങുകൾ ഏത് നിലയ്ക്കായിരുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ വഴിപാട് കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മീനൂട്ട് വഴിപാടുണ്ട്. ഈ വഴിപാട് അദ്ദേഹം നടത്തും. തുടർന്ന് അദ്ദേഹം ശ്രീരാമന്റെ ക്ഷേത്രത്തിലെ അവിടെ വന്ന് അദ്ദേഹം തൊഴും. ഇതെല്ലാം ഈ വഴിപാടും ദർശനവും എല്ലാം നടത്തിയ ശേഷം ചെറിയൊരു സമയം ക്ഷേത്ര ഭാരവാഹികളുമായി സംവദിക്കും. ഈ സംവാദത്തിനിടയിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട തയ്യാറാക്കി വെച്ചിരുന്ന മാസ്റ്റർ പ്ലാൻ അവർ പ്രധാനമന്ത്രിക്ക് കൈമാറും. ഇത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പരിപാടികൾ, ചടങ്ങുകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ അവിടെ നിന്നും അദ്ദേഹം റോഡ് മാർഗം തിരികെ ഹെലിപാഡിലേക്ക് എത്തി കൊച്ചിയിലേക്ക് മടങ്ങും. വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ വർഷങ്ങളുടെ പഴക്കം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. ഒപ്പം തന്നെ അവിടുത്തെ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശ്രീരാമക്ഷേത്രമാണ്. അയോധ്യയിൽ ശ്രീരാമന് വേണ്ടി ക്ഷേത്രം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആ നിലയ്ക്ക് കൂടി അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൻ കി ബാത്തിൽ ഉൾപ്പെടെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണം കൂടി സ്വീകരിച്ചിട്ടാണല്ലോ അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സാഹചര്യം കൂടി ഒന്ന് വിവരിക്കാം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മധ്യ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമനാണ്. മാത്രമല്ല പുരാതന കാലത്ത് പഴക്കം ചെന്ന ഏറ്റവും വലിയ ഒരു പൂരം കൂടിയായ ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരു പ്രധാന ഭാഗവാക്കാണ് തൃപ്രയാർ തേവർ എന്ന് പറയുന്ന തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഈ തൃപ്രയാർ തേവർ ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രധാന ഒരു ഭാഗം കൂടിയാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അയോധ്യ ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അയോധ്യയിലും ശ്രീരാമക്ഷേത്രമാണ്, തൃപ്രയാറിലും ശ്രീരാമ ക്ഷേത്രമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ചതും തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി അദ്ദേഹം എത്തിയതും. എന്തായാലും ഇതിനെല്ലാം ഈ തൃശ്ശൂർ അടിക്കടി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിൽ മഹിളാ സംഗമം നടന്നതും തൃശ്ശൂരിൽ മഹിളാ സംഗമവുമായി ബന്ധപ്പെട്ട് റോഡ് ഷോ ഉൾപ്പെടെ നടന്നു. ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നാണ് ഇതിനെല്ലാം പിന്നിൽ ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ടെങ്കിലും കേരളത്തിൽ തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം BJPക്കുണ്ട്, കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇന്നലെ കൊച്ചിയിലും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിലും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടിയിൽ പങ്കെടുത്തതും ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നതുമെല്ലാം തൃശ്ശൂരിൽ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വളരെ അടുപ്പക്കാരനായ ആൾ കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ കൂടി. പക്ഷേ ഇദ്ദേഹത്തിന്റെ വിജയം, നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്തവണയെങ്കിലും ഇദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുക എന്നത് BJP നേതൃത്വത്തിന് വലിയ വാശി, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്, കേന്ദ്ര നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ള ഒരു വലിയ ലക്ഷ്യം കൂടിയാണ്. ആ വിജയം എന്ത് വിധേനയും ആ വിജയം സാധ്യത ഉറപ്പാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ റോഡ് ഷോയും അതുപോലെ തൃശ്ശൂരിലെ റോഡ് ഷോയും എന്തിനു പറയുന്നു, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരെ പങ്കെടുത്തതിൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ടെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമുക്ക് അറിയാം, ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണമെല്ലാം വന്നു കഴിഞ്ഞു. വിവാഹത്തിൽ പങ്കെടുത്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ ഇതൊന്നും വോട്ടായി മാറില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിന് അനീഷ് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് ഇപ്പോൾ തുടർച്ചയായി ഏതാണ്ട് ഒരാഴ്ചയിൽ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. തൃശ്ശൂർ അത്രമാത്രം ഉറപ്പുള്ളൊരു സ്ഥലമായിട്ടാണോ, അല്ലെങ്കിൽ തൃശ്ശൂർ നമ്മൾ ഇവർ പറയുന്നത് പോലെ തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണോ വീണ്ടും വീണ്ടും വന്ന് അവിടെ ഇത്തരത്തിൽ ഒരു ഇളക്കം, ആളുകൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രാധാന്യം കണക്കാക്കിക്കൊണ്ടാണോ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ?
എബി, തൃശൂർ BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. തൃശൂരിൽ BJPക്ക് ആവശ്യമുള്ള അടിത്തറയുണ്ട്. പക്ഷേ ഇതെല്ലാം വോട്ടായി മാറണം. അതായത് BJP വിഭാഗത്തിന്റെ മാത്രമല്ല, മറ്റ് ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ BJPയുമായി ചേർന്ന് പോകാത്ത മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കൂടി ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ മാത്രമേ തൃശൂർ BJPക്ക് വിജയം കൈവരിക്കാനാകൂ എന്ന കൃത്യമായ ബോധ്യം BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നാളുകൾക്ക് മുന്നേ ക്രിസ്മസ് വിരുന്ന് ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. മണിപ്പൂർ വിഷയം ഏറെ കത്തി നിന്ന ഒരു സമയത്ത് പ്രധാനമന്ത്രി പ്രതികരിക്കാനായി ദിവസങ്ങളോളം എടുത്താണ്, 40-ലധികം ദിവസം എടുത്താണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി ആ വിഷയത്തിനെ ഒന്ന് അപലപിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ തയ്യാറായത്. ഇതെല്ലാം വലിയ അമർഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, തൃശ്ശൂരിന്റെ മുഖപത്രമായ തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിൽ ഉൾപ്പെടെ BJPയെ രൂക്ഷമായി വിമർശിച്ച് ലേഖനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് മയപ്പെടുത്തിയെടുക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ BJPയോട് ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം BJPക്കുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഒരുപക്ഷെ ഇലക്ഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെയും അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. എന്തായാലും തൃശൂർ വിജയിപ്പിക്കുക, തൃശൂർ മണ്ഡലം സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെങ്കിൽ തൃശൂരിനെ വിജയിപ്പിച്ചെടുക്കുക, തൃശൂരിൽ നിന്നൊരു ലോക്സഭ അംഗം ഉണ്ടാകുക എന്നത് പരമപ്രധാനമായ ലക്ഷ്യമാണ് BJPയുടെ. അത് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. എബി, തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയായി അദ്ദേഹം മടങ്ങാനുള്ള സമയമായിട്ടുണ്ടോ? അപ്പോൾ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര ദർശനവും അവിടുത്തെ ഭാരവാഹികളെല്ലാം സംവദിക്കലും കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ സമയം 10:30 മണി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നത് 10:30 മണിക്ക് അദ്ദേഹം തൃപ്രയാറിൽ നിന്ന് തിരിക്കുമെന്നാണ്. അതെന്തായാലും 11 മണിക്കുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നിന്നും തിരിച്ച് ഹെലിപ്പാഡിൽ എത്തി കൊച്ചിയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ അദ്ദേഹം ഈ തൃപ്രയാർ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി തിരികെ മടങ്ങും. എബി, പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ സന്ദർശനങ്ങൾ, പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് മടങ്ങാൻ അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ള. വളരെ വേഗം തന്നെ അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിക്കുമെന്നുള്ള വിവരങ്ങളാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്നും നൽകുന്നത്. ഗുരുവായൂരിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. അവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തുന്നത്. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ്. അവിടെ ദർശനം നടത്തി പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള മീനൂട്ട് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആണ് അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത്. അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി പരിഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് അവർ ആ ഒരു നിവേദനം പോലെ നൽകുന്ന ഒരു സാഹചര്യമാണ്. ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആ നവീകരണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശ്രീരാമക്ഷേത്രം കൂടിയാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഒപ്പം മൻ കി ബാത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങൾ നേരത്തെ തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ആ ക്ഷണം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തൃശ്ശൂർ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെ സന്ദർശനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും. കൊച്ചിയിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ, പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ 4000 കോടി രൂപയുടെ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി, ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരിപാടി. അതിനുശേഷം അദ്ദേഹം BJPയുടെ രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അത് ഉച്ചയോടുകൂടിയാണ് നടക്കുക. അതിനുശേഷം അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയും കൊച്ചിയിൽ നിന്ന് അശ്വതിയുമായിരുന്നു.